VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറും സർക്കാരും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായി മാറുകയാണ്. സാങ്കേതിക സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ബിനു തോമസിനെ പ്രൊഫസർ സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തിക്കൊണ്ട് IHRD ഡയറക്ടർ എന്ന നിലയിൽ അരുൺകുമാർ ഇറക്കിയ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റദ്ദാക്കിയിരിക്കുന്നു. സർക്കാർ നടപടിയോടെ ഡോക്ടർ ബിനു തോമസ് നിലവിലെ പദവികളിൽ തന്നെ തുടരും. തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യലൂർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സുനിഷ, അപ്പോൾ VSന്റെ മകൻ അരുൺകുമാർ ഒരു ഉത്തരവിറക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അത് റദ്ദാക്കുന്നു. ഒരു പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമോ? ഷിഹാസ്, ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നുള്ളത് തോന്നുന്നില്ല. ഏതായാലും സർക്കാരും VA അരുൺകുമാറും തമ്മിൽ ഒരു പരസ്യപ്പോരിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു VA അരുൺകുമാർ IHRD ഡയറക്ടർ ബിനു തോമസിനെതിരെ നടപടികളിലേക്ക് കടക്കുന്നത്. അതിനു മുമ്പേ തന്നെ നേരത്തെ തന്നെ ഇയാൾക്കെതിരെ, അതായത് അഴിമതി ആരോപണം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീൻ എന്ന പദവിയും പരീക്ഷാ കൺട്രോളർ എന്ന പദവിയും എല്ലാം അയോഗ്യനാകുമെന്നുള്ളതായിരുന്നു നേരത്തെ മുതൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏതായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേരത്തെ തന്നെ ഇതിലൊരു അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കാണിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 2 തവണയാണ് IHRD ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഒരു പ്രൊഫസർക്കെതിരെ നടപടിയെടുക്കാൻ IHRD ഡയറക്ടർക്ക് അനുവാദമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമം അനുവദിക്കുന്നില്ല എന്ന കാര്യം കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇവിടെ വ്യക്തിവൈരാഗ്യമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വലിയ തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയരുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും IHRD ഡയറക്ടർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് നിലവിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. നിയമാനുസൃതമല്ല ഈ ഉത്തരവ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. IHRD ഡയറക്ടർക്ക് ഈ ഉത്തരവ് ഇറക്കാനുള്ള അനുമതിയില്ല, അല്ലെങ്കിൽ അത് നിയമാനുസൃതമല്ല എന്നതുകൂടി കാണിക്കുന്നു. സർക്കാരിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉത്തരവ് റദ്ദാക്കുന്നു എന്നതുകൂടി ഈ പറഞ്ഞിരിക്കുന്ന ഈ സർക്കാരിന്റെ ഉത്തരവിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ സ്ഥാനത്ത് നിന്നും ഈ തരം താഴ്ത്തിയിരിക്കുന്ന ഇദ്ദേഹം പരീക്ഷാ കൺട്രോളറായും ഒപ്പം തന്നെ ഡീനായും തുടരുമെന്ന കാര്യം അറിയിച്ചുകൊണ്ട് നിലവിലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് KTU സർവകലാശാല VCക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു പോരിലേക്ക് എന്തായിരിക്കും ഇനി IHRD ഡയറക്ടറുടെ നിലപാട് എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ അറിയേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും ബിനു തോമസിനൊപ്പം നിൽക്കുമ്പോൾ ബിനു തോമസിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് IHRD ഡയറക്ടർ VA അരുൺകുമാർ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും കടുത്ത പോര് അത് സർക്കാരും VA അരുൺകുമാറും തമ്മിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആശ്വാസ്, അതുതന്നെയാണ് സുനീഷ. അപ്പോൾ വരും ദിവസങ്ങളിൽ അരുൺകുമാറിന്റെ പ്രതികരണം ഉണ്ടാകുമോ? മന്ത്രി ബിന്ദു എന്തു പറയും? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറെ കൗതുകം ഉണ്ടാക്കുന്നത് കൂടിയാണ്.